ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 4 ജീവികളിലെ രാസസംവേദനം. ഈ ഒരു ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. LP-UP സിലബസിൽ വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്ന ടോപ്പിക്കുമായി റിലേറ്റ് ആയി വരുന്ന ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഒരിക്കൽ കൂടി നോക്കാം, ജീവികളിലെ രാസസംവേദനം. നമ്മളിതാ ഈ ഒരു ഭാഗം വരെയാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഭീമാകാരത്വം, അക്രോമെഗലി, വാമനത്വം, ഈ അസുഖങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നിർത്തിയത്. ഇന്ന് ജലസന്തുലനം മുതലാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ വരാവൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു 70% ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കി റിമൈനിങ് പാർട്ടും കുറച്ച് അഡീഷണൽ പോയിൻറ്റ്സും ആണ് ഈ വീഡിയോയിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജലസന്തുലനം അല്ലെങ്കിൽ വാട്ടർ ബാലൻസിനെ കുറിച്ചാണ് നോക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 65% അല്ലേ. മനുഷ്യ ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 65%. ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ഏകദേശം 35 to 40 ലിറ്ററാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തി ദിവസവും ഏറ്റവും മിനിമം ആയിട്ട് 2-2.5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അറിയാലോ അതൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂറട്ടിക് ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് ജലസന്തുലനം നടക്കുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഹോർമോണുകളാണ് വാസോപ്രസിനും അതുപോലെ ഓക്സിറ്റോസിനും. ആവശ്യാനുസരണം അവിടെ നിന്ന് സ്രവിക്കപ്പെടുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പിന്തളത്തിൽ സംഭരിച്ചിരിക്കുന്ന വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡയൂറട്ടിക് ഹോർമോണിൻ്റെ പ്രവർത്തനത്താലാണ് നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ സന്തുലനം, വാട്ടർ ബാലൻസ് നടക്കുന്നത്. അത് എങ്ങനെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം നമുക്ക്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് എങ്ങനെയാണ്, മഴക്കാലത്ത് എങ്ങനെയാണ് ADHൻ്റെ ഉൽപ്പാദനം, ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു ഭാഗമാണിത്. ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ്. മൂത്രവിരുദ്ധ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ ആണ്. ആൻറ്റി ഡയൂറട്ടിക് ഹോർമോൺ ആണ് ADH. വേനൽക്കാലത്ത്, അത് നമ്മൾ വേനൽക്കാലത്ത് എങ്ങനെയാണ് പഠിക്കുന്നത്. വേനൽക്കാലത്ത് അമിതമായിട്ടുള്ള വിയർപ്പും ചൂടും നിർജ്ജലീകരണത്തിന് കാരണമാകുന്നുണ്ട്, ഡീഹൈഡ്രേഷന് കാരണമാകുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ നിന്ന് വിയർപ്പ് അധികമായിട്ടും പുറന്തള്ളി പോകുന്ന കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. എപ്പോൾ? വേനൽക്കാലത്ത്. ആ സമയത്ത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കൂടും. അപ്പോൾ സമ്മർ സീസണിൽ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അങ്ങനെ വാസോപ്രസിൻ്റെ ഉൽപ്പാദനം നമ്മുടെ ശരീരത്തിൽ കൂടുമ്പോൾ വാസോപ്രസിൻ വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം വർദ്ധിപ്പിക്കുന്നു. തൽഫലമായി മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നു അല്ലേ. വേനൽക്കാലത്ത് മഴക്കാലത്ത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മളുടെ മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം എന്താണ്? സമ്മർ സീസണിൽ വാസോപ്രസിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മൂത്രമായിട്ട് വളരെ കുറച്ച് ജലം മാത്രമേ പുറത്തേക്ക് പോകുന്നുള്ളൂ. മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയുകയും അതുവഴി ജലനഷ്ടം തടയുകയും ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ചോദ്യമായിട്ട് വന്നത്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ശൈത്യകാലത്ത് അല്ലെങ്കിൽ മഴക്കാലത്തും എങ്ങനെയാണ്? ശൈത്യകാലത്ത് മാത്രമല്ല മഴക്കാലത്തും എങ്ങനെയുള്ളതെന്ന് ശ്രദ്ധിക്കണേ. വിയർപ്പിലൂടെയുള്ള ജലത്തിൻ്റെ നഷ്ടം കുറവാണ് അല്ലേ. ശൈത്യകാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും നമ്മൾ വിയർക്കുന്നത് കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് വാസോപ്രസിൻ്റെ സ്രവണം കുറവാണ്. ഓക്കെ, ജലത്തിൻ്റെ പുനരാകിരണത്തിന് വേണ്ടിയിട്ടാണ് വാസോപ്രസിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ വാസോപ്രസിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടാൽ നമ്മുടെ ബോഡിയിലേക്ക് കൂടുതൽ ജലം അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് യൂറിൻ്റെ എമൗണ്ട് കുറയും. അതാണ് സമ്മർ സീസണിൽ സംഭവിക്കുന്നത്. എന്നാൽ ശൈത്യകാലത്തും റെയിനി സീസണിലും എന്താ സംഭവിക്കുന്നത്? വിയർപ്പിലൂടെയുള്ള ജലനഷ്ടം കുറവാണ്. അപ്പോൾ വാസോപ്രസിൻ്റെ സ്രവണം പൊതുവെ കുറവാണ്. വൃക്കയിൽ നിന്നുള്ള ജലത്തിൻ്റെ പുനരാകിരണം കുറയുകയും കൂടുതൽ അളവിൽ മൂത്രം പുറത്തു പോവുകയും ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാരണമാണ് പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്നില്ല. ഇനി നോക്കിക്കോളൂ. പ്രത്യുൽപാദനം, ജനനം. ഈ ഭാഗത്ത് നോക്കാം. പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണുകൾ ഏതൊക്കെയാണ്? പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാലോ. ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, പ്രോലാക്റ്റിൻ, ഓക്സിറ്റോസിൻ. ഇതൊക്കെ എന്താണ്? പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണാണ്. അപ്പോൾ ഓരോ ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? അതിൻ്റെ ധർമ്മം എന്താണ്? തന്നിട്ടുണ്ട്. നോക്കാം. അപ്പോൾ ടെസ്റ്റോസ്റ്റിറോൺ എന്താണ്?
പുരുഷ ഹോർമോണാണ്. അപ്പോൾ വൃഷ്ണങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം, പുംബീജ ഉൽപ്പാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണമൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഡ്യൂട്ടി. ടെസ്റ്റോസ്റ്റിറോൺ പുരുഷ ഹോർമോണാണ്. വൃഷ്ണങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പുരുഷ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം, പുംബീജ ഉൽപ്പാദനം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം, ഇതൊക്കെയാണ് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ധർമ്മം. ഇനി ഈസ്ട്രജനോ? ഈസ്ട്രജൻ എന്താണ്? സ്ത്രീ ലൈംഗിക ഹോർമോണാണ് അല്ലേ. അപ്പോൾ ഈസ്ട്രജൻ അണ്ഡാശയത്തിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ സ്ത്രീ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനം, അണ്ഡോൽപാദനം, ആർത്തവചക്രം, ദ്വിതീയ ലൈംഗിക സവിശേഷതകളുടെ നിയന്ത്രണം, ഇതൊക്കെയാണ് ഈസ്ട്രജൻ്റെ ഡ്യൂട്ടി. ഇനി പ്രൊജസ്ട്രോൺ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്തുന്നു. അതുപോലെ ആർത്തവചക്രം, അണ്ഡോൽപാദനവും ഒക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. പ്രോലാക്റ്റിൻ ആണെങ്കിലോ? പ്രോലാക്റ്റിൻ്റെ ഡ്യൂട്ടി എന്താണ്? മുലപ്പാൽ ഉൽപാദനം. ഇനി ഓക്സിറ്റോസിൻ എങ്ങനെയാണ്? ഗർഭാശയ ഭിത്തിയിലെ മിനുസ പേശികളെ സങ്കോചിപ്പിച്ചുകൊണ്ട് പ്രസവം സുഗമമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുലപ്പാൽ ചുരത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രോലാക്റ്റിനും, ഓക്സിറ്റോസിൻ എന്താ ചെയ്യുന്നത്? മുലപ്പാൽ ചുരത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 വീഡിയോയിൽ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രോലാക്റ്റിൻ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ഓക്സിറ്റോസിൻ മുലപ്പാൽ ചുരത്താനും മിനുസപേശികളുടെ സങ്കോചത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാസോപ്രസിൻ എന്നും ഓക്സിറ്റോസിൻ എന്നും പറയുന്ന 2 കാര്യങ്ങൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്നു. അത് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഹൈപ്പോതലാമസിലാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക. ഇനി വിശക്കാനും വിശപ്പ് കുറയ്ക്കാനും ഈ ഭാഗത്ത് എന്താ പറയുന്നതെന്ന് നോക്കാം. സാധാരണ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമല്ലെങ്കിലും ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ അന്തസ്രാവി ഗ്രന്ഥികളെ പോലെ പ്രവർത്തിക്കുന്ന ചില കലകളുണ്ട്. ആമാശയപാളിയും കൊഴുപ്പ് കലയും അവയ്ക്ക് ഉദാഹരണമാണ്. അപ്പോൾ അന്തസ്രാവി ഗ്രന്ഥിയെ പോലെ പ്രവർത്തിക്കുന്ന കലകളാണ്, ടിഷ്യൂസാണ് ഇത് ആമാശയപാളിയും കൊഴുപ്പ് കലയും, അല്ലെങ്കിൽ ആഡിപ്പോസ് ടിഷ്യൂ എന്ന് നമുക്ക് പറയാം. ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള ചില കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രലിൻ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. അപ്പോൾ വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ഗ്രലിൻ. എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആമാശയത്തിൻ്റെ മുകൾ ഭാഗത്തെ കോശങ്ങൾ നിർമ്മിക്കുന്ന ഗ്രലിൻ എന്ന ഹോർമോൺ വിശപ്പ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. കൊഴുപ്പ് കലകൾ ഉൽപ്പാദിപ്പിക്കുന്ന ലെപ്റ്റിൻ സംതൃപ്തി ഹോർമോൺ എന്നറിയപ്പെടുന്നു. മാച്ച് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ചോദിക്കാം. ഗ്രലിൻ വിശപ്പ് ഹോർമോൺ ആണെങ്കിൽ എന്താണ്? ലെപ്റ്റിൻ എന്താണ്? സംതൃപ്തി ഹോർമോൺ ആണ്. ഗ്രലിൻ വിശപ്പ് ഹോർമോൺ ആണെങ്കിൽ ലെപ്റ്റിൻ എന്താ ചെയ്യുന്നത്? സംതൃപ്തി ഹോർമോൺ ആണ്. ഓക്കെ. ശരീരത്തിൽ ആവശ്യത്തിന് ഊർജം സംഭരിച്ചിട്ടുണ്ടെന്ന് ഹൈപ്പോതലാമസിന് സൂചന നൽകി ലെപ്റ്റിൻ വിശപ്പ് കുറയ്ക്കുന്നു. ഇത് ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുകയും ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലെപ്റ്റിൻ എന്ന ഹോർമോണിൻ്റെ ഡ്യൂട്ടിയാണ് പറയുന്നത്. ഭക്ഷണ ഉപഭോഗം കുറയ്ക്കുന്നു, അതുപോലെ ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് തൃപ്തിയായി അല്ലേ, നമ്മൾ ഭക്ഷണം കഴിച്ച് തൃപ്തിയായി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് കഴിക്കാനായിട്ട് തോന്നില്ല ആണല്ലോ. അപ്പോൾ അതുതന്നെയാണ് ലെപ്റ്റിനും ചെയ്യുന്നത്. എന്താ? വിശപ്പ് കുറയ്ക്കുകയാണ്. നമ്മുടെ ഭക്ഷണ ഉപഭോഗം കുറച്ചുകൊണ്ട് ഊർജ വിനിയോഗം പ്രോത്സാഹിപ്പിക്കുന്ന ഡ്യൂട്ടിയാണ് ലെപ്റ്റിൻ്റെ ഡ്യൂട്ടി. ഗ്രലിൻ ഹൈപ്പോതലാമസിൽ പ്രവർത്തിച്ച് വിശപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. വിശപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അതിനെ എന്ത് ചെയ്യുന്നത്? വിശപ്പ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. ലെപ്റ്റിൻ ആണെങ്കിലോ തൃപ്തി ഹോർമോൺ. നമ്മൾ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടി, ഞങ്ങൾ തൃപ്തിയായി എന്ന് പറഞ്ഞിട്ട് ഹൈപ്പോതലാമസിനെ അറിയിക്കുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. ഓക്കെ അല്ലേ? ഇനി മാനസിക ആരോഗ്യം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും പ്രധാനമാണ്. നാഡീവ്യവസ്ഥയിലെ രാസസന്ദേശവാഹികളായിട്ടുള്ള നാഡീയ പ്രേഷകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ നമ്മൾ പഠിച്ചത്? ഡോപ്പമിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സെറാട്ടോണിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എൻഡോർഫിൻ ഇതൊക്കെ എന്താണ്? നമ്മുടെ മാനസിക ആരോഗ്യത്തെ നയിച്ചുകൊണ്ട് പോകുന്ന ഹോർമോണുകളാണ്, നാഡീയ പ്രേഷകങ്ങളാണ്. ഡോപ്പമിൻ, അതുപോലെ സെറാട്ടോണിൻ, പിന്നെന്താണ്? എൻഡോർഫിൻ. ഇതൊക്കെ എന്താണ്? നമ്മുടെ നാഡീയ പ്രേഷകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി സന്ദേശ വിനിമയം ഇങ്ങനെയും എന്താണ്? ഉറുമ്പുകൾ വരിവരിയായി സഞ്ചരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഫിറോമോണുകളെ കുറിച്ചാണ്. ഓൾഡസിയാട്ടയിൽ നമ്മൾ പഠിച്ചതാണ്, എങ്കിലും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നോക്കാം. ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായുള്ള ആശയവിനിമയത്തിനു വേണ്ടി ചുറ്റുപാടുകളിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നുണ്ട്. ഇവയെയാണ് ഫിറോമോണുകൾ എന്നറിയപ്പെടുന്നത്. ഫിറോമോണുകൾക്ക് ബാഷ്പീകരണ സ്വഭാവമുള്ള ഈ രാസവസ്തുക്കൾ വ്യത്യസ്ത ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്.
ഫിറോമോണുകൾ എന്താണ്? ചില ജീവികൾ അതേ സ്പീഷീസിൽപ്പെട്ട ജീവികളുമായി ആശയവിനിമയത്തിന് ചുറ്റുപാടുകളിലേക്ക് ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നുണ്ട്. ഇവയെ ഫിറോമോണുകൾ എന്നറിയപ്പെടുന്നു. ഫിറോമോണുകൾക്ക് ബാഷ്പീകരണ സ്വഭാവം ഉണ്ട്. ഇനി വിവിധ തരം ഫിറോമോണുകളും അതിൻ്റെ ധർമ്മങ്ങളുമാണ് പറയുന്നത്. ടെറിട്ടോറിയൽ ഫിറോമോൺ. ടെറിട്ടറി എന്നൊക്കെ പറയുമ്പോൾ അത് വാസസ്ഥലവുമായി ബന്ധപ്പെട്ടതാണ്. വാസസ്ഥാനത്തിൻ്റെ പരിധി നിർണ്ണയിക്കുന്ന ഫിറോമോൺ ആണ് ടെറിട്ടോറിയൽ ഫിറോമോൺ. ഇനി അഗ്രിഗേഷൻ ഫിറോമോൺ എന്താണ്? ആഹാര ലഭ്യത ഉറപ്പുവരുത്തുന്ന ഹോർമോണല്ല, ഫിറോമോണുകളാണ്. എന്താണ്? ആഹാര ലഭ്യത ഉറപ്പുവരുത്താനായിട്ടുള്ള ഫിറോമോണുകളാണ് അഗ്രിഗേഷൻ ഫിറോമോണുകൾ. ഇനി അലാം ഫിറോമോൺ എന്താണ്? അലാം ഫിറോമോൺ എന്ന് പറയുമ്പോൾ അപായ സൂചന നൽകാനായിട്ടാണ്. ട്രയൽ ഫിറോമോൺ സഞ്ചാരപാത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈംഗിക ഫിറോമോൺ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ ഫിറോമോണുകളും അവയുടെ ധർമ്മവുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫിറോമോൺ എന്താണെന്ന് മനസ്സിലായല്ലോ? ചില പ്രത്യേക സ്പീഷീസിൽപ്പെട്ട ജീവികളുമായിട്ട് അതായത് സ്പീഷീസിൽപ്പെട്ട ജീവികൾക്ക് ആശയവിനിമയം നടത്താനായിട്ട് അവർ ചില രാസവസ്തുക്കൾ സ്രവിക്കുന്നുണ്ട്. അതിനെയാണ് ഫിറോമോണുകൾ എന്ന് പറയുന്നത്. ഇവയ്ക്കൊക്കെ എന്തുണ്ട്? ബാഷ്പീകരണ സ്വഭാവമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പഴയ SCERT പഠിച്ചപ്പോൾ ഫിറോമോണുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കസ്തൂരിമാനിലെ കസ്തൂരി, വെരികിലെ സിവറ്റോണ്, പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോള്, ഇതൊക്കെ എന്താണ്? ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ ഈ ഫിറോമോണുകൾ ഉപയോഗിച്ച് രാസസന്ദേശങ്ങൾ കൈമാറുന്ന ജീവികളെക്കുറിച്ച് തേനീച്ച, ചിതൽ, അവയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി കൃഷിയിടങ്ങളിൽ കീടനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഫിറോമോൺ കെണി ഉപയോഗിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണേ. ഇനി ഫിറോമോൺ കൗതുകങ്ങൾ നോക്കാം. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണുകൾ അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാനുമാണ്. ഉറുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫിറോമോണുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? അപായ സൂചന നൽകാനും ആഹാര ലഭ്യത അറിയിക്കാൻ വേണ്ടിയിട്ടുമാണ്. തേനീച്ചയിലെ റാണി ഫിറോമോൺ സ്രവിക്കുന്നത് പ്രധാനമായിട്ടും പുതിയ റാണികൾ ഉണ്ടാകുന്നത് തടയുന്നതിനും ജോലിക്കാരായ തേനീച്ചകൾ റാണിയെ പരിപാലിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. നായ, പൂച്ച മുതലായ സസ്തനികൾ അവയുടെ ചുറ്റുപാടുകളിൽ മൂത്രവിസർജനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവയുടെ ആവാസ പരിധിയിൽ അവയുടെ സാന്നിധ്യം അറിയിക്കുകയും അതിർത്തി നിർണ്ണയിക്കുകയുമാണ് അതിലൂടെ ചെയ്യുന്നത്. പിന്നെ മുയല്, ഷഡ്പദങ്ങൾ എന്നിവ ഇണകളെ ആകർഷിക്കാനും ഇണചേരൽ പ്രതികരണങ്ങൾ ഉളവാക്കാനും ഫിറോമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മുയലിലെ മമ്മറി ഫിറോമോൺ, നായകളിലെ അബാസിൻ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ മുയലിലെ മമ്മറി ഫിറോമോണും നായകളിലെ അബാസിൻ ഫിറോമോണും ഫിറോമോണുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്കിവിടെ തന്നിരിക്കുകയാണ്. ഓൾഡ് SCERTയിൽ തന്നത് കസ്തൂരിമാനിലെ കസ്തൂരി, വെരികിലെ സിവറ്റോൺ, പെൺപട്ടുനൂൽ ശലഭത്തിലെ ബോംബിക്കോൾ. ഇനി ന്യൂ SCERTയിലുള്ളത് എന്താണ്? മുയലുകളിലെ മമ്മറി ഫിറോമോൺ, നായകളിലെ അബാസിൻ എന്നിവ ഫിറോമോണുകൾക്ക് ഉദാഹരണമാണ്. ഏതൊരു ജീവജാതിക്കും ജീവൻ സുസ്ഥിരമായി നിലനിർത്തുന്നതിന് ബാഹ്യ പരിസ്ഥിതിയെ പോലെ ആന്തര പരിസ്ഥിതിയും അനുഗുണമാകേണ്ടതുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മെറ്റബോളിക് പ്രവർത്തനങ്ങളാണ് ഓരോ കോശത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മെറ്റബോളിക് പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് കൃത്യമായ നിയന്ത്രണവും ഏകോപനവും കൂടിയേ തീരൂ. ഉയർന്ന ഇനം ജീവികളിൽ നാഡീവ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയുമാണ് ഇക്കാര്യത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് ബയോളജിയിലെ വിറ്റാമിനുകൾ, മിനറലുകൾ, എൻസൈമുകൾ, ഹോർമോണുകൾ എന്ന ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരേ ഒരു ടോപ്പിക്ക് മാത്രമാണ് ബയോളജിയിൽ റിമൈൻഡ് ചെയ്യുന്നത്, കൃഷിയും പരിസ്ഥിതിയും. കൃഷിയും പരിസ്ഥിതിയുമായി വരുമ്പോൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുണ്ട്. ചെറിയ ക്ലാസ്സിലെ ചാപ്റ്റേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ കൃഷിയും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തതാണ്. അപ്പോൾ ആ എടുത്ത ചാപ്റ്റേഴ്സ് അത് മറ്റു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എടുത്ത ചാപ്റ്റേഴ്സ് നമ്മൾ ഇനിയും എടുക്കില്ല. അതായത് എക്സാമ്പിൾ ഞാൻ പറയാം. സസ്യലോകത്തെ അടുത്തറിയാം, ആ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. തരംതിരിക്കുന്നത് എന്തിന്, തലമുറകളുടെ തുടർച്ചയ്ക്ക്, ജീവമണ്ഡലത്തിൻ്റെ സംരക്ഷകർ, ഈ 4 ചാപ്റ്റേഴ്സ് കൃഷി പരിസ്ഥിതി കൂടി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ അത് ഒഴികെയുള്ള ബാക്കി ഉള്ള ചാപ്റ്റേഴ്സ് ഒരു ഏകദേശം 7-8 ക്ലാസ്സുകൾ കൊണ്ട് തീർക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീക്ക്ലി റിവിഷൻ പ്ലാനുകൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഈ പ്ലാനുകൾ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം. താങ്ക് യു ഓൾ.